ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന പല വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങളിൽ കൂടി, അതായത് ആഹാരത്തിൽ മാറ്റം വരുത്തുന്നത് വഴിക്ക് ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കുവാൻ കഴിയുമോ എന്നുള്ളത്. ഇതൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. എന്നാൽ ആഹാര പദാർത്ഥങ്ങളുടെ മാറ്റം കൊണ്ട് ഒറ്റയടിക്ക് ലൈംഗിക ശേഷിക്കുറവ് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ അതിനൊരു പ്രധാന പങ്കുണ്ട് താനും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഞാൻ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ കണ്ട ഒരു സിനിമയുണ്ട്, മുന്താണി മുടിച്ച എന്നുള്ളൊരു സിനിമ. അതിൽ ഉർവശിയാണ് നായികയെന്ന് തോന്നുന്നു. ഉർവശി തൻ്റെ ഭർത്താവിന് ലൈംഗികമായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടോ ലൈംഗികമായിട്ട് ബലക്കുറവുള്ളതുകൊണ്ടോ ആണോ എന്നറിയില്ല, അതായത് മുരുങ്ങ കൊണ്ടുള്ള കംപ്ലീറ്റ് കറികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അന്ന് ഏത് കറി എടുത്താലും അതിൽ മുരുങ്ങ ഉണ്ട്. അപ്പോൾ ഈ മുരുങ്ങ എന്ന് പറയുന്നത് ലൈംഗിക ഊർജ്ജമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവിനുള്ള ഒരു പരിഹാര മാർഗമായിട്ട് പലരും ധരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയല്ല. മുരുങ്ങ എന്നതിൽ ലൈംഗികമായിട്ടുള്ള ഊർജ്ജമുണ്ടാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എന്നിരുന്നാലും മറ്റു രീതിയിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം മുരുങ്ങ കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലിംഗം ഉദ്ധരിച്ചു വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം പെട്ടെന്ന് ഉടലെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സാവധാനം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് പരിഹരിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് ഒരു പങ്കുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കുവാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് മുരുങ്ങ എന്നുള്ളത്. അത് മുരുങ്ങയുടെ ഇംഗ്ലീഷ് ലൈൻ ഡ്രംസ്റ്റിക്ക് എന്ന് പറയുന്നു. അതായത് പച്ചക്കറി നമുക്ക് ഏത് മാർക്കറ്റിൽ ചെന്നാലും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ കാലങ്ങളിലും തന്നെ അത് ലഭിച്ചു വരുന്നതായി കാണാം. ഇന്ന് മുരുങ്ങ പല രീതിയിലും കൃഷി ചെയ്യുന്നുണ്ട്. 365 ദിവസവും കായ്ക്കുന്ന തരത്തിലുള്ള ചില മുരുങ്ങയും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ എന്താണ് മുരുങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്? അതുപോലെ തന്നെ മുരുങ്ങ എന്തുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവിന് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്? ഇത് പുരുഷനിലാണോ സ്ത്രീയിലാണോ ഇതിന് ഗുണം ചെയ്യുവാൻ കഴിയുന്നത്? അഥവാ ഏതെല്ലാം അവസ്ഥകൾക്ക്, അതായത് ശേഷിക്കുറവിന്, ശീഘ്രസ്ഖലനത്തിന്, ലൈംഗിക താല്പര്യമില്ലായ്മയ്ക്ക് ഇതിനെല്ലാം മുരുങ്ങ ഉപയോഗിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാനിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. നമുക്ക് മുരിങ്ങയിലേക്ക് തിരിച്ചു വരാം. മുരിങ്ങ ഒരു സാധാരണ പച്ചക്കറി മാത്രമാണ്. അതുപോലെ ഈ പച്ചക്കറി എല്ലാവരും ഉപയോഗിക്കുന്നതുമാണ്. എന്നാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഉണ്ടാകുകയോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് പരിഹാരം നൽകുകയോ ചെയ്യുന്ന ഒന്നല്ല. എന്നാൽ മുരിങ്ങയിൽ ഒട്ടനവധി ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. അത് ഏതെല്ലാം രീതിയിലാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിന് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് ഇത് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 രീതിയിലാണ് അത് അനുഭവപ്പെടുന്നത്. അഥവാ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആകുന്നു എന്നുള്ളതാണ്. രക്തക്കൊഴൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ആവശ്യത്തിന് രക്തം ലിംഗത്തിലേക്ക് എത്താതെ വരുന്നു. അതുകൊണ്ട് ലിംഗത്തിന് ഉയർന്നു വരുവാൻ സാധിക്കാതെ വരുന്നു. ഇനി അടുത്തത് ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ. അതായത് തലച്ചോറിൽ നിന്ന് ചില സിഗ്നലുകൾ വരേണ്ടതുണ്ട്. ആ സിഗ്നലുകൾ ലിംഗത്തിലേക്ക്, നട്ടെല്ല് വഴിക്ക്, സൂക്ഷ്മനാഡി വഴിക്ക് ലിംഗത്തിലേക്ക് എത്തിയാൽ മാത്രമേ ലിംഗം ഉയരുകയുള്ളൂ. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് ഹോർമോണുകളാണ്. നമുക്കറിയാം, ടെസ്റ്റോസ്റ്ററോണ്, അതുപോലെ തന്നെ അതിനെ അനുബന്ധിച്ചുള്ള കോർട്ടിസോള്, പിന്നെ തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, ഇങ്ങനെ ഒട്ടനവധി ഹോർമോണുകൾ ലൈംഗികവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഉയർത്തുവാനും തളർത്തുവാനും ഉപകരിക്കപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് പ്രൊലാക്റ്റിൻ കൂടുതലായി ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഇല്ലാതെയാകും. അപ്പോൾ ലൈംഗികമായിട്ടുള്ള താല്പര്യവും ഇല്ലാതെയാവും. അപ്പോൾ ഈ ഘടകങ്ങളിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ മുരിങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ ഇല, അതുപോലെ തന്നെ വിത്ത്, അതിൻ്റെ കായ, ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഒരു കാര്യം പറയാം, മുരിങ്ങയുടെ ഇല നല്ല ഔഷധമാണ്, വിത്ത് അതായത് കായ ഔഷധമാണ്. എന്നാൽ അതിൻ്റെ വേര് അല്പം വിഷാംശമുള്ള സാധനമാണെന്ന് കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ മുരിങ്ങ പല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അത് ഔഷധമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്, അതിൻ്റെ എക്സ്ട്രാക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇത് പൊടിച്ചിട്ട്, മുരിങ്ങയുടെ ഇലയും മറ്റും പൊടിച്ചിട്ട് ആ രീതിയിലും ആയുർവേദത്തിലും മറ്റും ഔഷധമായി വരുന്നുണ്ട്. മാർക്കറ്റിൽ അത് സുലഭവുമാണ്. അപ്പോൾ
മുരിങ്ങയുടെ ഇതിനകത്ത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി? ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചില അവക്ഷിപ്തങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചില ഘടകങ്ങൾ ശരീരത്തിലുണ്ടാകുന്നുണ്ട്. ഈ ആവശ്യമില്ലാത്ത ഘടകങ്ങളെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നിർവീര്യമാക്കുക, അതായത് ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതിനെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കെമിക്കൽ റിയാക്ഷന് ഉതകുന്ന ഒരു സാധനമാണ് ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത്. അതിനെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിന് കെമിക്കൽ റിയാക്ഷന് അതിൻ്റെ കെമിക്കലായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ലാത്ത രീതിയിലാക്കുക. ഇതിന് ചില ഘടകങ്ങൾ അതായത് ഈ മുരിങ്ങയിലുണ്ട്. അത്തരം ക്യൂർസെറ്റിൻ, ക്ലോറോക്വിനിക് ആസിഡ് അങ്ങനെയുള്ള ചില പദാർത്ഥങ്ങൾ മുരിങ്ങയിൽ കണ്ടുവരുന്നുണ്ട്. ആ പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുരിങ്ങയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങ കഴിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിൽ കോശങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു. തൽഫലമായി ലൈംഗികമായിട്ടുള്ള ശേഷി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഒരു ദിവസം മുരിങ്ങ കഴിച്ചാൽ പിറ്റേ ദിവസം ലൈംഗിക ശേഷി ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. കാലക്രമേണ സാവധാനത്തിൽ ഈ ലൈംഗിക ശേഷി ഉണ്ടാക്കുന്നതിൽ മുരിങ്ങയ്ക്ക് അതിൻ്റെതായ പങ്കുണ്ട്. അത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വഴിക്ക്. ഇനി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അല്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് മുരിങ്ങയിലെ ചില ഘടകങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അത് വൃഷ്ണങ്ങളുടെയും മറ്റും പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉപകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ന്യൂറോ ട്രാൻസ്മിറ്ററായ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഡോപ്പമിൻ്റെ അളവ് ഉയർത്തുവാനും മുരിങ്ങ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് ഉയരുന്നതോടുകൂടി പ്രൊലാക്റ്റിൻ്റെ അളവ് കുറയും. അതുപോലെ ലൈംഗികമായിട്ടുള്ള ആനന്ദമുണ്ടാവും, ആഗ്രഹമുണ്ടാവും. ഈ പ്രവർത്തനം വഴിക്ക് അതിനെ മുരിങ്ങ വളരെ ഗുണം ചെയ്യുന്നുണ്ട് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ. ഇതുകൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകുന്നവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാറുണ്ട്. അങ്ങനെ ഇൻസുലിൻ ശരീരത്തിലുണ്ടെങ്കിൽ കൂടി അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ആ പ്രവണതയ്ക്ക് ഈ മുരിങ്ങ ഒരു പരിധി വരെ, അതായത് നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുന്നു, അതുപോലെ ആ ഇൻസുലിൻ റെസിസ്റ്റൻസിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അതായത് മാനസികമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുരിങ്ങ നല്ലൊരു ഘടകമാണ്. അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈംഗികമായിട്ടുള്ള, അതായത് നമുക്ക് സാധാരണ രീതിയിൽ അനുഭവപ്പെടുന്ന സൈക്കോജനിക് ആയിട്ടുള്ള, അതായത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലൈംഗിക ശേഷിക്കുറവിന് മുരിങ്ങ വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ന്യൂറോ കെമിക്കലുകളിലും മറ്റും മാറ്റം വരുത്തിയാണ് അത്തരം രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഡോപ്പമിൻ പോലെയുള്ള ഘടകങ്ങളും ആനന്ദമുണ്ടാക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ്. ഇനി മുരിങ്ങയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയ്ക്ക് ശീഘ്രസ്ഖലനത്തിന് ചില രീതിയിലുള്ള പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറ്റു രീതിയിലുള്ള, അതായത് SSRI പോലെയുള്ള, അതായത് പെട്ടെന്ന് ശീഘ്രസ്ഖലനം മാറ്റുന്ന ഔഷധങ്ങൾക്ക് പകരം വയ്ക്കാവുന്ന ഒന്നല്ല മുരിങ്ങയിൽ ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനമുള്ള വ്യക്തികളിൽ പങ്കുവഹിക്കുന്നത്. എന്നാൽ മുരിങ്ങ സ്ഥിരമായി കഴിക്കുന്ന വ്യക്തികളിൽ ശീഘ്രസ്ഖലനം ഒരു പരിധി വരെ കുറഞ്ഞു കാണുന്നതായി കാണാം. അതേസമയത്ത് കഠിനമായ ശീഘ്രസ്ഖലനമുള്ള വ്യക്തികൾക്ക് മുരിങ്ങ കഴിച്ചതുകൊണ്ട് മാത്രം പ്രയോജനം ലഭിക്കുകയില്ല. അവർക്ക് മരുന്നുകൾ വഴിക്കുള്ള ചികിത്സയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചികിത്സയോ ആണ് ആവശ്യം. ഇനി സ്ത്രീകളിൽ മുരിങ്ങ എങ്ങനെ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടോ, ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളിലേക്ക് വരാം. പുരുഷനിൽ നമ്മൾ മനസ്സിലാക്കി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഹോർമോൺ ലെവൽ ഉയർത്തുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്, അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുന്നതിന് ഈ മുരിങ്ങ സഹായകരമാകുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിലും ഈ ഘടകങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകളിൽ നേരിട്ട് ലൈംഗികമായിട്ടുള്ള ഒരു ഉത്തേജനം ഉണ്ടാക്കുന്നതിന് മുരിങ്ങ ഒരു പങ്കും വഹിക്കുന്നില്ല. എന്നാൽ മുരിങ്ങ കഴിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മാറുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസും മറ്റു രീതിയിലുള്ള ഘടകങ്ങളും എല്ലാം പങ്കെടുക്കുന്നതോടുകൂടി അവർക്കും ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്നതിലും ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കുന്നതിലും യോനിയിൽ നല്ല രീതിയിൽ നനവുണ്ടാക്കുന്നതിനും മുരിങ്ങ സഹായകരമായി മാറാറുണ്ട്, നേരിട്ടല്ലെങ്കിൽ കൂടി. എന്നാൽ സ്ഥിരമായി മുരിങ്ങ കഴിച്ചു വരുന്ന വ്യക്തികളിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള
മറ്റ് പ്രശ്നങ്ങളോ ഉടലെടുക്കുന്നതിന് വളരെയധികം കാലം വേണ്ടി വരും. അതായത് അവർക്ക് പ്രമേഹമുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ കൂടി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിന് കുറച്ച് കാലം മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. അതായത് സ്ഥിരമായി ഇത് കഴിക്കുകയാണെങ്കിൽ മുരിങ്ങ വഴിക്കുള്ള ആഹാരം ഔഷധമായിട്ടല്ല ആഹാരമായിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ഗുണം ചെയ്യുന്നുണ്ട്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അതായത് ഒരു പരിധി കഴിഞ്ഞാൽ മുരിങ്ങയുടെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊടികൾ ഔഷധവും മറ്റും ഔഷധ രൂപത്തിലുള്ളത് കഴിക്കുകയാണെങ്കിലും അതും ഗുണം ചെയ്യുന്നതായി കാണാം. സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ വിരാമത്തിൻ്റെ ആ ഒരു അടുത്തു വരുന്ന കാലഘട്ടങ്ങളിൽ ലൈംഗികമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സാധാരണ മുരിങ്ങ കഴിക്കുന്ന വ്യക്തികളിൽ അത് കുറവായി കാണപ്പെടുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ലൈംഗികമായിട്ടുള്ള താല്പര്യം പെട്ടെന്ന് ഇല്ലാണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു വിഭ്രാന്തി ഉണ്ടാകുന്ന അത്തരം അവസ്ഥകൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും കടിഞ്ഞാണിടുവാൻ മുരിങ്ങ വഴിക്ക് കഴിയുന്നുണ്ട്. മുരിങ്ങയിൽ സിങ്ക്, മഗ്നീഷ്യം, അതുപോലെ തന്നെ ഇരുമ്പ് സത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ലൈംഗികമായിട്ടുള്ള ഊർജ്ജമുണ്ടാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് അതായത് ഔഷധങ്ങൾ പോലെ, അതായത് സഫേദ് മുസ്ലി, അശ്വഗന്ധ, പിന്നെ ഇത് നായ്ക്കുറുണപ്പൊടി ഇതുപോലെയുള്ള ഔഷധങ്ങൾ പോലെ നേരിട്ട് അതായത് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന അവസ്ഥ മുരിങ്ങയിൽ കുറവാണ്. എന്നിരുന്നാലും മുരിങ്ങ ഒരു ലൈംഗിക ഔഷധമായി പാരമ്പര്യമായി നാം ഉപയോഗിച്ചു വരുന്നതാണ്. ആയുർവേദത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും മറ്റും മുരിങ്ങയെക്കുറിച്ച് ഒട്ടനവധി ഇക്കാര്യത്തിൽ വിശദീകരണങ്ങളുമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആഹാര പദാർത്ഥം എന്ന നിലയിൽ മുരിങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. ഒരു ഒറ്റയടിക്കുള്ള പരിഹാരമല്ലെങ്കിൽ കൂടി, അതായത് മറ്റു ഔഷധങ്ങൾക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു പരിഹാരമല്ലെങ്കിൽ കൂടി കാലക്രമേണ ഇത് മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ഒന്നാണ്. മറ്റ് ഔഷധങ്ങളോടൊപ്പം തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ വല്ല ഔഷധങ്ങളുടെ ഡോസ് കുറയ്ക്കുവാനും കഴിയും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുരിങ്ങ മാത്രം കഴിച്ചാൽ പോരാ, നല്ലവണ്ണം വ്യായാമം ചെയ്യണം, നല്ലവണ്ണം ഉറക്കം വേണം. അതുപോലെ തന്നെ ശാന്തത കൈവരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. പ്രമേഹമുള്ള വ്യക്തികളിലും മറ്റും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ വ്യായാമം ചെയ്യാതെ വെറും ഏതെങ്കിലും ഒരു ഔഷധം മാത്രം കഴിച്ചു പോകുന്ന ചില ലൈംഗിക പ്രശ്നങ്ങൾക്ക് അതൊക്കെ അപകടമാണ്. ആ കൂട്ടത്തിൽ ഇത്തരം അഡ്ജുവൻ്റ് തെറാപ്പി, അതായത് ഇതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മുരിങ്ങ പോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് പ്രമേഹത്തിനും പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു തരുന്നതാണ്. ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.